ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചു. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ്റെ വീടും പരിസരവും പരിശോധിച്ച് സംശയകരമായ 10 ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങൾ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കുഴിച്ച് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സുധീഷ്, നിർണായകമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. എന്താണ് പുറത്തുവരുന്ന മറ്റു വിവരങ്ങൾ? ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കുള്ള തീരുമാനം തന്നെ എത്തുന്നത്. അതിൻ്റെ പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുള്ള റഡാർ സംവിധാനം പരിശോധനയ്ക്കായി എത്തിച്ചു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ചർച്ച നടത്തിയതിന് ശേഷമാണ് പള്ളിപ്പുറത്തെ സ്ഥലത്തെത്തി പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ പള്ളിപ്പുറത്തെത്തി ഏതാണ്ട് 10 സ്ഥലങ്ങളാണ്, അതായത് 5 മീറ്ററിലധികം താഴ്ചയുള്ള ഇടങ്ങളിൽ പോലും ശരീര അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകൾ ഈ റഡാർ സംവിധാനത്തിലൂടെ കണ്ടെത്താനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ 2ാമത്തെ പരിശോധനയാണ് പോലീസ് ഇത്തരം സംവിധാനം ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ കണ്ടെത്തിയ 10 ഇടങ്ങൾ പരിശോധിച്ചെങ്കിലും അതിലും കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പം നമുക്ക് അനുമാനിക്കാനാവുന്നത്. ഇനി വീടിനുള്ളിൽ കൂടി പരിശോധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം വലിയ രീതിയിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിൽ ജൈനമ്മയുടെ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പരിശോധനയിലേക്ക് തുടക്കം കുറിച്ചതും അങ്ങനെയാണ് കഴിഞ്ഞ 28-ാം തീയതി ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും. അതിനെ തുടർന്ന് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് റിമാൻഡ് ചെയ്ത സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നു. നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുകയാണ്. ഇതിനിടയിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വലിയ ഒരു പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ വലിയ സന്നാഹങ്ങളോടുകൂടി പരിശോധനകൾ നടത്തി. വീടിൻ്റെ അടിത്തറ പൊളിച്ചു വരെ പരിശോധന നടത്തിയെങ്കിലും പുതിയതായി കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. നേരത്തെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് സമീപത്ത് നിന്ന് തന്നെ കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കൂടി കണ്ടെത്താൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഈ 4 കേസുമായും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനില്ലെങ്കിൽ അതിലൊരു അടിസ്ഥാന തെളിവായി മാറുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ആകെ കണ്ടെത്തിയത് ഒരു കൊന്തയും 2 പഴയ സിം കാർഡുകളും ബാഗും അത്തരം ചില സാധനങ്ങൾ, സ്ത്രീകളുടെ അല്പം വസ്ത്രങ്ങളും മാത്രമാണ് കണ്ടെത്തിയത്. അത് ഒരു തരത്തിലും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനോ ഇല്ലെങ്കിൽ ഇപ്പോൾ ജൈനമ്മയുടെ തിരോധാനം കൊലപാതകമായി കണ്ടാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിക്കത്തക്കതായ ഒരു തെളിവുകളും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ബിന്ദു പത്മനാഭൻ്റെയും ഐഷയുടെയും അതോടൊപ്പം തന്നെ സിന്ധുവിൻ്റെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീടും പറമ്പും പരിശോധിക്കുന്നത്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അതിൽ കാര്യമാത്രമായ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ഒരവസ്ഥ തന്നെ നിലനിൽക്കുന്നു. സെബാസ്റ്റ്യനെ പോലെ അതിബുദ്ധിമാനായ ഒരു ക്രിമിനൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ പരിശോധന നടക്കാനും പരിശോധനയിൽ കണ്ടെത്താനും സാധ്യതയുള്ള ഇടങ്ങളിൽ ഇത്തരം അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കില്ല, ഇല്ലെങ്കിൽ മറവ് ചെയ്യില്ല എന്ന ഒരു നിഗമനം തന്നെയാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ 28-ാം തീയതി പരിശോധനയിൽ അതിൻ്റെ DNA പരിശോധന വന്നാൽ മാത്രമേ അത് ഏത് തരത്തിലുള്ള ശരീര അവശിഷ്ടമാണെന്ന് പോലും വ്യക്തമാവുകയുള്ളൂ. ഒരുപക്ഷെ ദൃശ്യം സിനിമയിലെ പോലെ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കമായിരുന്നോ ആ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇട്ടതും അത് സംബന്ധിച്ച് രഹസ്യ വിവരം അന്വേഷണ സംഘത്തിന് കൈമാറിയതും എന്നുപോലും ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.